നല്ലോണം പഴുത്ത 2 നേന്ത്രപ്പഴവും അതേപോലെ തന്നെ റവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വൈകിട്ടത്തെ ചായയ്ക്ക് നല്ല സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. നമുക്കിപ്പോൾ ആദ്യം തന്നെ പഴത്തിന്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. തീരെ ചെറിയ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം വരെയൊക്കെ എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടായ നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് റെഡി ആയിട്ട് വന്നോളൂ. കണ്ടതാ നെയ്യിൽ കിടന്നുകൊണ്ട് പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും അതേപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നെയ്യിൽ കിടന്നുകൊണ്ട് ശരിക്കും ഒന്നും കൂടെ വഴറ്റിയെടുക്കാവേ. പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മൊരിഞ്ഞ് നമ്മുടെ തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വരണം. അപ്പോൾ നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെ മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടതാ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും കളറൊക്കെ ഒന്ന് മാറി നല്ലോണം തന്നെ ഒന്നും കൂടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് സ്പൂൺ വെച്ച് നല്ലോണം തന്നെ ഇതേപോലെ ഒന്നും കൂടെ ഉടച്ചും കൂടി കൊടുക്കുക കേട്ടോ. കണ്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഉടച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ ഒന്നാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ റവയുടെ മിക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം തന്നെ ഒന്നും കൂടി മിക്സാക്കി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ശരിക്കും നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ അതുപോലെ ഇങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യമേ വെള്ളം ഒരുമിച്ച് ചേർക്കണ്ട. ഇതേപോലെ കുറച്ചായിട്ട് മാത്രം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. കണ്ടതാ വെള്ളം ഒരുപാടൊന്നും കൂടി പോവാതെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മാവിന്റെ നേർപകുതി എടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ച് സാധാരണ ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തിയെടുക്കില്ലേ അതുപോലെ തന്നെ തീരെ കനം കുറച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ പരത്തിയെടുക്കുക കേട്ടോ. വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. റവയിൽ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പരത്തിയെടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചപ്പാത്തി പലകയിൽ കുറച്ച് നമ്മുടെ ഗോതമ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ ഒന്നിങ്ങോട്ട് വെതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നേർപകുതി മാവ് ഇതേപോലെ തീരെ കനം കുറച്ച് പരത്തിയെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ പരത്തുമ്പോൾ ഒരുപാട് കനം കൂടി പോകാതെ ശ്രദ്ധിക്കണം. കനം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നല്ല കട്ടിയായി പോകും. അപ്പോൾ റവ എത്രത്തോളം കനം കുറച്ച് പരത്താമോ അത്രത്തോളം കനം കുറച്ച് പരത്താം കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സിന്റെയും നേർപകുതി മാത്രം എടുത്ത് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം തന്നെ ഒന്നുകൂടി പ്രസ്സാക്കി പരത്തി കൊടുക്കുക. കണ്ടോ ഇതുപോലെ ചുറ്റും ഒന്ന് എത്തത്തക്ക വിധം പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ പഴം എടുക്കുമ്പോൾ അതനുസരിച്ച് പഴം എടുക്കുക. നമ്മളിപ്പോൾ എടുത്ത മീഡിയം വലിപ്പത്തിലുള്ള 2 പഴം കറക്റ്റ് ആയിരുന്നു. അതിന്റെ നേർപകുതി എടുത്ത് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പതുക്കെ ഒട്ടും തന്നെ വിട്ടൊന്നും പോവാത്ത രീതിയിൽ നല്ലോണം തന്നെ ഒന്നും കൂടെ റോളാക്കി എടുക്കുക. ഇതുപോലെ ഒരു 1-2 തവണയും കൂടി ഒന്ന് റോളാക്കി എടുത്തതിന് ശേഷം 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓരോ ഇഞ്ച് വലിപ്പത്തിൽ നമ്മൾ നേരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി. എന്നാലായിരിക്കും ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മുഴുവൻ ഒന്നും കൂടി ഓരോന്നെടുത്ത് കയ്യിൽ വെച്ച് പതുക്കെ ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി പതുക്കെ ഒന്ന് പ്രസ്സും കൂടി ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കണ്ടോ ഇത് മതി. ഒരുപാട് അങ്ങോട്ട് പ്രസ് ഒന്നും ചെയ്തേണ്ട. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആവുമ്പോൾ അതിന് മാത്രം ഒന്ന് പ്രസ്സാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയെല്ലാം അതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ റവയുടെ പകുതി മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ പഴത്തിൻ്റെ പകുതി മിക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതിയും ഇതേപോലെ തന്നെ പരത്തി പഴവും കൂടി വെച്ച് ഇതേപോലെ തന്നെ റോളായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 2 ഷീറ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് നിറയെ തന്നെ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ പഴം എല്ലാം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരേ വലിപ്പത്തിലുള്ള ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി പൊട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ ചൂടായി ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തും കൂടി എടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഓയിലിലേക്ക് ചേർത്ത് 2 വശം റെഡിയായി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശമൊക്കെ നല്ലോണം തന്നെ കളറൊക്കെ ഒന്നുകൂടെ മാറി പതുക്കെ ഒന്നുകൂടെ മൊരിഞ്ഞ് വന്നപ്പോൾ ഇതേപോലെ മറിച്ചിട്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ പതുക്കെ ഒന്നുകൂടെ മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി.
അതിനുശേഷം 2 വശം കൂടി റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് നല്ല ചൂട് ചായയുടെയും അതേപോലെ തന്നെ സോസിൻ്റെ ഒക്കെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. സോസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയതുകൊണ്ട് നല്ല മധുരത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ചൂട് ചായയുടെ കൂടെ വെറുതെ ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, 2 വശം നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മളിവിടെ കോരിയെടുക്കാം. നമ്മൾ ആ പരത്തിയെടുത്ത റവയുടെ ഷീറ്റിന് കട്ടി കൂടുതലാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ സ്നാക്സിനും നല്ല കട്ടിയായി പോവും. അപ്പോൾ എത്രത്തോളം കനം കുറയ്ക്കാമോ അത്രത്തോളം കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ അടുത്ത ബാച്ചും 2 വശം റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കോരിയെടുക്കുവാണ്. കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. റവയുടെ ആ പുറം ഭാഗം മാത്രം ഒന്നുകൂടെ മുരിഞ്ഞ് വരാനുള്ള സമയം മാത്രം മതി. അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പുറംഭാഗത്താണെങ്കിൽ നല്ലോണം മുരിഞ്ഞ്, ഉള്ളിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പഴത്തിന്റെ മധുരമൊക്കെ വന്നിട്ടുള്ള അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.